ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 17. തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സച മമ പ്രിയഃ. അവരുടെ കൂട്ടത്തിൽ നിത്യയുക്തനും ഏകഭക്തിയുമായ ജ്ഞാനി വിശിഷ്ടനാകുന്നു. നിശ്ചയമായും ജ്ഞാനിക്ക് ഞാൻ അത്യന്തം പ്രിയനാകുന്നു, അവനാകട്ടെ എൻ്റെയും പ്രിയനാകുന്നു. ഇവിടെ സുഹൃതികളായ 4 തരം ജനങ്ങൾ എന്നെ ഭജിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അവരൊക്കെ സുഹൃതികളാണ്, സുഹൃതികളായ ഭക്തന്മാരാണ്. സുഹൃതം ചെയ്തവർക്കേ ഭക്തന്മാരാവാൻ പറ്റൂ. ആ 4 എണ്ണത്തിൽ ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി എന്നീ 3 എണ്ണത്തെയും വിസ്തരിച്ചു പറഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് 4ാമത്തെ ഭക്തനെ എടുത്തു പറയുന്ന ശ്ലോകമാണിത്. അത് ജ്ഞാനി ഭക്തനാണ്. ജ്ഞാനി മറ്റുള്ള ഭക്തന്മാരിൽ നിന്നും വിശിഷ്ടനാണ് എന്നാണ് പറയുന്നത്. മറ്റുള്ള ഭക്തികളൊക്കെ ഏതാണ്? ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ഈ 3 കൂട്ടരും ഗൗണീ ഭക്തന്മാരാണ്, ഗുണസംബന്ധമായ ഭക്തന്മാരാണ്, ഗുണത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. എന്നാൽ ജ്ഞാനി അങ്ങനെയല്ല, ജ്ഞാനി അതിൽ നിന്നും വ്യത്യസ്തനാണ്. എന്തുകൊണ്ടാണത് വ്യത്യസ്തനായിരിക്കുന്നത്? അവിടെ പറയുകയാണ്, അയാൾ തത്വജ്ഞാനിയാണെന്നതുകൊണ്ട് തന്നെ അയാൾ വിശിഷ്ടനാണ്. ഈശ്വരൻ വ്യക്തിയല്ല, ഈശ്വരൻ തത്വമാണ്. ഈശ്വരൻ പലതില്ല തന്നെ, ഏകനാണ് ഈശ്വരൻ. പലതുണ്ടെന്ന് വിചാരിക്കുന്നവർ മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു എന്നുള്ള ഈ സംസാരത്തിൽ അങ്ങനെ കടന്ന് കളിക്കുക തന്നെയാണ്. അയാൾക്ക് മുക്തി മോക്ഷമൊന്നുമില്ല. അപ്പം ഈശ്വരതത്വം ഏകമാണ് എന്ന് അറിയുന്ന ആ ഭക്തൻ അത് മറ്റുള്ള ഭക്തന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അയാൾ സദാ എല്ലായ്പ്പോഴും ഈശ്വരൻ നിന്ന് അന്യനല്ലാതെ ഈശ്വരനോട് കൂടെ തന്നെ, അഥവാ ഈശ്വരൻ തന്നെയായി വർത്തിക്കുന്നവനാണ്. ആ ഈശ്വരനെ പ്രാപിക്കാൻ അയാൾക്ക് എവിടെയും പോകേണ്ടതില്ല. തന്നിൽ താനായി വർത്തിക്കുന്നവൻ, നിന്നിൽ നീയായി വർത്തിക്കുന്നതും സർവത്തിലും അതായി വിളങ്ങുന്നത് ആ പരമേശ്വരൻ തന്നെയാണ് എന്ന് അയാൾ അറിയുന്നു. അതുകൊണ്ട് തന്നെ അയാൾ കൃതകൃത്യനാണ്, ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞവനാണ്. തനിക്ക് ഈശ്വര പ്രാപ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. കാരണം ഈശ്വരൻ തന്നെയാണ് സർവവും ചെയ്യുന്നത്. അവിടെ അന്യനല്ല ഈശ്വരൻ. ഇനിയൊന്നും പോയി പ്രാപിക്കാനില്ല, കാരണം അത് പ്രാപണീയമാണ്. കാരണം ഈശ്വരൻ എങ്ങോട്ടാ പിന്നെ ഈശ്വരനെ തേടി പോകുന്നത്? തന്നിൽ താനായി വർത്തിക്കുന്നവൻ തന്നെയാണ് ഈശ്വരൻ. അയാൾ ദേശാന്തരത്തെയോ കാലാന്തരത്തെയോ പ്രാപിക്കുന്നില്ല. ചില ദേശത്തൊക്കെ ചെല്ലുമ്പോൾ ചിലർക്ക് ഭക്തി കൂടും, ചില കാലത്ത് സീസണിലൊക്കെ ചിലപ്പോൾ ഭക്തി കൂടിയെന്ന് വരും. അയാളെ സംബന്ധിച്ച് അങ്ങനെയല്ല, അയാൾക്ക് എപ്പോഴും ഭക്തി തന്നെയാണ്. ഈ ദേശാന്തരത്തെയോ കാലാന്തരത്തെയോ ഭക്തി അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ എന്തും ചെയ്യാം. കാരണം അവിടെ പോകുമ്പോൾ നല്ലൊരു വ്യക്തിത്വമായാൽ മതി. ജ്ഞാനിയെ സംബന്ധിച്ച് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന സർവവ്യാപിയും സർവശക്തനും സർവജ്ഞനുമാണ് ഭഗവാൻ. ഭഗവാൻ അറിയാത്തതോ കാണാത്തതോ ആയിട്ട് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ തന്നിൽ താനായി വർത്തിക്കുന്ന ആ ആത്മാവിൽ അയാൾ സംതൃപ്തനാണ്. മറ്റയാൾക്ക് സംതൃപ്തി ഉണ്ടാവുന്നില്ല. എന്തൊക്കെ ഭൗതികമായത് നേടിയാലും പിന്നെയും നേടാൻ ബാക്കിയായിരിക്കും. മതി എന്നൊരു നാവും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്നെ വിത്തേന തർപ്പണീയോ മനുഷ്യ. എന്നാൽ തനിക്ക് നേടാനൊന്നുമില്ല, കാരണം എല്ലാം ഭഗവാൻ തന്നെ തരുന്നുണ്ട്. അതിൽ അയാൾ സംതൃപ്തനാണ്. എനിക്ക് വേണ്ടതേ ഭഗവാൻ തരൂ. ഭൗതിക രീതിയ നമുക്ക് വേണ്ടാത്തത് തന്നു എന്ന് ചിലർ പറയും. പക്ഷെ അതേ സമയത്ത് എന്താണോ തരുന്നത് അത് വേണ്ടതാകുന്നു ഭക്തനെ സംബന്ധിച്ച്. അയാൾക്ക് ജീവിതത്തിൽ എന്ത് കിട്ടിയോ അതിലുകൊണ്ടൊക്കെ സംതൃപ്തനാണ്. സംതൃപ്തി എന്നുള്ളൊരു മനോഭാവമാണ്. അതുകൊണ്ട് അയാൾ വിശിഷ്ടനാകുന്നു. അയാളെ സംബന്ധിച്ച്, ഈ ജ്ഞാനി ഭക്തനെ സംബന്ധിച്ച്
മറ്റ് ഭക്തന്മാരെ പോലെ വ്രതങ്ങളെ കൊണ്ടോ നിഷ്ഠകളെ കൊണ്ടോ ഒന്നും നേടാനുള്ളതല്ല ആ ഭക്തി. കാരണം അയാൾക്ക് ഒരു പരിശ്രമവും ആവശ്യമില്ല. തനിക്ക് തന്നെ നേടാൻ മറ്റെവിടേക്കും പോകേണ്ടതില്ല. മറ്റൊന്ന് നേടാൻ വേണ്ടി പ്രയത്നം ആവശ്യമുണ്ട്. അതുകൊണ്ട് തൻ്റെ സ്വരൂപബോധമാണത്. തൻ്റെ സ്വരൂപം, സ്വന്തം രൂപം ഭഗവത് രൂപം തന്നെയാണെന്ന് അയാൾ അറിയുന്നു. അതുകൊണ്ട് മാഹാത്മ്യത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാവരും അതിക്രമിച്ച് ഉപരി നിലകൊള്ളുന്നവനാണ് ജ്ഞാനി ഭക്തൻ. അതുകൊണ്ടാണ് ജ്ഞാനിയുടേത് പരാഭക്തിയാണ് എന്ന് പറഞ്ഞത്. ഈ ജ്ഞാനി ഭക്തന് ഭഗവാൻ പ്രിയപ്പെട്ടവനാണ്, ഭഗവാന് ജ്ഞാനിയും പ്രിയപ്പെട്ടവനാണ്. കാരണം പ്രിയവസ്തുക്കൾ നമുക്ക് പലതുണ്ടെങ്കിലും മറ്റെല്ലാം നാം ഇഷ്ടപ്പെടുന്നത് തനിക്ക് അനുകൂലമാകുമ്പോഴാണ്. പ്രതികൂലമായതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ജ്ഞാനിക്ക് അവിടെ ആത്മനിഷ്ഠ ഉറച്ചതുകൊണ്ട്, ആത്മാവ് തന്നെയാണ് താനെന്നറിയുന്നത് കൊണ്ട് അയാൾ ആരാണ്? അയാൾക്ക് മറ്റൊന്ന് നേടാനില്ലാത്തത് കൊണ്ട് അയാൾ എപ്പോഴും ആത്മനിഷ്ഠ ഉറച്ചിരിക്കുന്നവനാണ്. ഇതര വസ്തുക്കളെ അയാൾ അപേക്ഷിക്കുന്നില്ല, അതിലോട്ട് താല്പര്യവും അയാൾക്കില്ല. അയാൾ ആത്മാനുസന്ധാനത്തിൽ അങ്ങനെ കഴിയുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ അഖില ജഗത്തിനും അധിഷ്ഠാനമായ ബ്രഹ്മമാണ് തന്നിൽ താനായി അന്തര്യാമിയായി നിലകൊള്ളുന്നത്. അതിനാൽ മറ്റു ലൗകികങ്ങളായ ബാഹ്യഭാവങ്ങളുടെ മുഴുവനും മിഥ്യാത്വത്തെ അറിയുന്ന ജ്ഞാനിക്ക് അവയെല്ലാം അപ്രസക്തങ്ങളാണ്. യമേ വൈഷവൃണുതേ തേന ലഭ്യ തസ്യേഷ ആത്മാ വിവൃണുതേ തനും സ്വാ എന്ന് കഠോപനിഷത്ത് പറയും. ഇങ്ങനെയുള്ള ഒരാൾക്ക് മറ്റെല്ലാം പരിത്യജിച്ചിട്ട് ആത്മാവിനെ മാത്രം ആരാണോ വരിക്കുന്നത് അയാളാൽ ആത്മാ ലഭിക്കത്തക്കതാണ്, ആത്മാവിനെ നേടിയവനാണ്. ഏറ്റവും വലിയ ലാഭം ആത്മലാഭമാണ്. ആത്മലാഭാത് പരോ ലാഭം. അയാൾ തന്നെ നേടിയവനാണ്. അങ്ങനെയുള്ള ആൾക്ക് ഈ ആത്മാവ് സ്വരൂപത്തെ പ്രകടമാക്കുന്നു, തൻ്റെ സ്വരൂപം എന്താണെന്ന് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് നിത്യയുക്തനും ഏകഭക്തനും ആയ ജ്ഞാനി പരമാത്മാവിന് പ്രിയതമമാണെന്നുള്ള ആശയം ഇവിടെ പറയാണ്. തുടർച്ചയായിട്ട് 12-ാം അധ്യായത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. അപ്പം ജ്ഞാനലക്ഷണമാണ് പരമമായ ഭക്തി എന്ന് ഉറച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഭക്തന്മാരെ പറ്റി നമ്മളൊക്കെ പറയാറുണ്ട്, ശുഷ്കമായ ജ്ഞാനം, ആർദ്രമായ ഭക്തി എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ പറയുന്നത് അതല്ല, ജ്ഞാനലക്ഷണമാണ് പരമമായ ഭക്തി. അറിവില്ലാത്തവൻ്റെ ഭക്തി ഭക്ഷണം കഴിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് ജ്ഞാനമില്ലാത്ത ഭക്തി അല്ല വേണ്ടത്, ജ്ഞാനത്തോട് കൂടിയ ഭക്തി, അറിവിൽ നിന്നുണ്ടാവുന്ന ഭക്തി. അറിവില്ലാത്ത ഭക്തി അല്ല. അറിവില്ലാത്ത ഭക്തി അനേക അന്ധവിശ്വാസങ്ങൾ ജനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അറിവോടുകൂടി അറിഞ്ഞിട്ടുള്ള ഭക്തിയാണ് മുഖ്യം. ഭക്തിയില്ലാത്ത ജ്ഞാനവും ജ്ഞാനമില്ലാത്ത ഭക്തിയും രണ്ടും പരാഭക്തിയായിട്ട് ഗണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ജ്ഞാനിയായിട്ട് ജ്ഞാനത്തോടു കൂടിയ ഭക്തനാകൂ എന്ന്. അപ്പം അതുകൊണ്ടാണ് നാരദഭക്തി സൂത്രങ്ങളിലൊക്കെ പറയുന്ന പരമപ്രേമപൂർണമായ അയാളുടെ ഹൃദയം, ആ ഭക്തന്റെ ഹൃദയം ഈശ്വരനിൽ അർപ്പിച്ചു കഴിഞ്ഞതാണ്. ഇനി അർപ്പിക്കാനൊന്നുമില്ല. അവിടെ പത്രവും പുഷ്പവും ഫലം തോയതൊന്നുമല്ല സമർപ്പിക്കുന്നത്, തൻ്റെ ഹൃദയം തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു. പുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുന്നവരൊക്കെ ബാഹ്യമായ പുഷ്പം എടുത്തിട്ടാണ് അർച്ചിക്കുന്നത്, ഹൃദയത്തെ അർപ്പിക്കുന്നില്ല. എന്നാൽ ജ്ഞാനിയായ ഭക്തന് മറ്റൊന്നുമല്ല ഭക്തിക്ക് അധിഷ്ഠാനമായിട്ടുള്ളത്, തൻ്റെ ഹൃദയം തന്നെ ഭഗവാൻ അർപ്പിച്ചു കഴിഞ്ഞു, തന്നെ ഭഗവാന് കൊടുത്തു, പിന്നെ തൻ്റേതായിട്ടൊന്നുമില്ല. മറ്റാഗ്രഹമോ സങ്കല്പമോ അയാൾക്കില്ല. അയാൾ നിത്യയുക്തനാണ്. മറ്റൊരു ചിന്തയുമില്ലാതെ ആ ആത്മതത്വത്തെ മാത്രം, അതായത് ശിവനായാലും വിഷ്ണു ആയാലും ദേവി ആയാലും
ഗണപതി ആയാലും ഇതൊന്നും വേറെയല്ല. ഇതൊക്കെ ഒന്നിലേക്കുള്ള വിവിധ മാർഗങ്ങളാണ്. തൻ്റെ ഇഷ്ടദേവതയിലൂടെ ആ ഒരു പരമമായ തത്വത്തെയാണ് അയാൾ കാണുന്നത്. ആ പരമമായ തത്വം തന്നിൽ നിന്ന് അന്യവുമല്ല എന്നറിയുമ്പോൾ അയാളാണ് ആത്മതത്വത്തെ അനുസന്ധാനം ചെയ്യുന്ന ജ്ഞാനി, ഏകഭക്തി എന്നർത്ഥം. അപ്പം ഈശ്വരനെ ഭജിക്കുന്നത് ലോകത്തിലെ മറ്റെന്തെങ്കിലുമൊക്കെ നേടാനല്ല, അത് അനർത്ഥകാരിയായ മനസ്സിൻ്റെ വിഷയാഭിമുഖ്യം ഇല്ലാതാക്കാനാണ്. ജീവ ബ്രഹ്മ ഐക്യം, അതിനു വേണ്ടിയിട്ടാണ് അവനവൻ്റെ സ്വന്തം വ്യക്തിത്വത്തെ ആ പരമാത്മാവിൽ വിലയിപ്പിക്കുന്ന ജ്ഞാനി ഉത്തമ ഭക്തനാണ് എന്ന് പറയാൻ കാരണം. വല്ലതും ഇങ്ങോട്ട് കിട്ടണമെന്ന് ഇച്ഛിക്കാതെ അങ്ങോട്ട് കൊടുക്കുക എന്നതാണ് ശുദ്ധമായ സ്നേഹത്തിൻ്റെ സ്വഭാവം. അപ്പം ജ്ഞാനിക്ക് മാത്രമേ, അങ്ങനെയുള്ള ജ്ഞാനി ഭക്തന് മാത്രമേ ശരിയായി സ്നേഹിക്കാൻ പോലും അറിയൂ എന്ന് പറയുകയാണ് ഇവിടെ. മറ്റെല്ലാ സ്നേഹവും ഇങ്ങോട്ടെന്ത് കിട്ടും നോക്കിയിട്ടാണ്. ഇങ്ങോട്ടെന്ത് കിട്ടും നോക്കുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് കാമമാണ്. സ്നേഹം എന്ന് പറയുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ. അതുകൊണ്ടാണ് മനഃശാസ്ത്രപരമായ ഒരു യാഥാർത്ഥ്യത്തെ ഇവിടെ വെളിപ്പെടുത്തുക ചെയ്യുന്നത്. സ്നേഹം ശുദ്ധമാണെങ്കിൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടാവാതെ വയ്യ. തൻ്റെ സ്നേഹം കളഞ്ഞതാണെങ്കിൽ ഒരു ദുരാത്മാവിനെ പോലും സ്വാധീനിച്ച് നേർവഴിക്ക് നടത്താൻ ആ സ്നേഹത്തിന് ശക്തിയുണ്ട്. അപ്പോൾ പരാഭക്തനെ സംബന്ധിച്ച് മാത്രമേ അയാൾക്ക് സ്നേഹിക്കാൻ സാധിക്കൂ. അതെത്ര ക്രൂരനായിക്കോട്ടെ, എത്ര ദുഷ്ടനായിക്കോട്ടെ, അയാളുടെ മനസ്സിനെ പോലും ആകർഷിക്കാൻ, നന്നാക്കിയെടുക്കാൻ അങ്ങനെയുള്ള ജ്ഞാനി ഭക്തന്മാർക്ക് കഴിയും. അയാൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. മനസ്സ് നിറയെ വിദ്വേഷവുമായിട്ട് ഒരാൾ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും സാധാരണ എന്തുണ്ടാവും? കുറച്ച് വിദ്വേഷമൊക്കെ തലപൊക്കും. എന്നാൽ ശുദ്ധവും ആത്മാർത്ഥവുമായ സ്നേഹം നിറഞ്ഞതാണ് അവനവൻ്റെ ഉള്ളെങ്കിൽ കഠിന വിദ്വേഷമുള്ള ഒരു പരമശത്രുവിൻ്റെ ഹൃദയം പോലും അയാൾ സ്നേഹപൂർണ്ണമാക്കാൻ അയാൾക്ക് കഴിയും. ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ അയാൾക്ക് എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കാതിരിക്കാനാവില്ല എന്നുള്ള തത്വം അയാൾ പഠിച്ചിട്ടുണ്ട്. അയാൾ ഈ ഭാവം കൊണ്ട് അറിഞ്ഞിട്ടുണ്ട്. ഇതൊരു ജീവിത നിയമവുമാണ്, പ്രത്യേകിച്ച് പറയേണ്ടതല്ല. അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ അയാൾക്ക് ഇങ്ങോട്ടും സ്നേഹിക്കാതിരിക്കാനാവില്ല എന്നുള്ളൊരു അദ്വിതീയമായ ഒരു നിയമം, അതൊരു ജീവിത നിയമമാണ്. അതുകൊണ്ട് ഏകാന്ത ഭക്തിയോടെ ആത്മാർത്ഥമായി ഭഗവാനെ ഭജിക്കുന്ന ഭക്തന് ഭഗവാൻ പ്രിയനാണെന്നതുപോലെ ആ ഭക്തൻ ഭഗവാനും പ്രിയനാണ് എന്നാണ് ഇവിടെ പറയുന്നത്.